ശരിയായി. എന്തെങ്കിലും ഒന്ന് പറയടി പെണ്ണെ. ഈ പെണ്ണ കൂടി ഇടുന്നു. ശിവരാമച്ചേട്ടാ, പെണ്ണുങ്ങൾ കക്ക വാരുന്നത് ആദ്യം കാണുവാണോ? ആണുങ്ങൾ വള്ളം ഒന്നും നീ ആദ്യം കാണുകയായിരിക്കും. അയ്യോ, ഞാനങ്ങനൊന്നും വിളിച്ചു നോക്കിയില്ലല്ലോ. ഞാൻ വിളിച്ചു നോക്കുന്നത് നീ എങ്ങനെ കണ്ടു? പെണ്ണങ്ങ് നാണിച്ചു. അവള് മഹാ വിളഞ്ഞതല്ലയോ? അവളെ മുമ്പിൽ എനിക്ക് തോക്കാൻ ഒക്കോ ജാനകി? ശിവരാമൻ ചേട്ടൻ അങ്ങനൊന്നും നോക്കത്തില്ല. അവൾ എന്തിയേ? നാണിച്ച് വെള്ളത്തിനടിയിൽ എങ്ങാനും തന്നെ കാണും. എന്തുവാണ് ശിവരാമ വള്ളം കിടങ്ങോലേ? തന്റെ മീശയ്ക്ക് കാറ്റ് പിടിച്ചതുകൊണ്ടാ. എന്റെ മീശയ്ക്ക് കാറ്റ് പിടിച്ചാലേ വള്ളം ഒലയത്തില്ല, വള്ളം മുന്നോട്ട് പോകത്തേ ഉള്ളൂ. എന്നാ ചരക്കിന്റെ ഭാരം കൊണ്ടാ. വള്ളം ഒലയ്ക്കുന്ന ചരക്ക് ഏതാടാ ശിവരാമ? വേറൊന്നുമല്ല നിലാണ്ടൻ ചേട്ടാ, തങ്കമ്മയാണ്. ആഹാ, മോളാണോടി? എടി പെണ്ണേ, ചെറുക്കനെ പിടിച്ച് വെള്ളത്തിൽ ഇടല്ലേ തങ്കമ്മോ. അങ്ങനെ ഒന്നും ഞാൻ വെള്ളത്തിലാവൂല. നിശ്ചയമാണോ? നിശ്ചയം തന്നെ. അപ്പോഴേ എനിക്ക് ബെൽറ്റ് പാടി കൊണ്ടുവന്നോ? എന്താ? എനിക്ക് ബെൽറ്റ് പാടി കൊണ്ടുവന്നോന്ന്. നിനക്കിപ്പോ അതിന്റെ ആവശ്യം ഇല്ലല്ലോടി പെണ്ണേ. അയ്യേ, എടാ ശിവരാമോ, എടാ എനിക്കും പുറത്തോട്ട് ഇറങ്ങണമല്ലോ. ഇറങ്ങിയിട്ട് ഉടനെ അങ്ങ് പോരെ. രാത്രി വള്ളത്തിൽ തന്നെ കാണണം. ആഹാ, അപ്പൊ ഞാനിവിടെ കിടന്ന് കുതുകടി കൊണ്ടോളാം. നടക്കട്ടെ നടക്കട്ടെ, എന്റെ കാര്യമെങ്കിലും നടക്കട്ടെ. എന്നാ അപ്പഴേ വെളുപ്പിനെ പോരണേ, ഇറക്കമാ, നല്ല കാറ്റ് കിട്ടും. അപ്പഴേ സുഖിച്ച് കിടന്ന് ഉറയിക്കളഞ്ഞേക്കരുത് കേട്ടോ. വെളുപ്പിന് അച്ഛൻ വിളിച്ചുണർത്തിക്കൊള്ളും. എന്തായാലും കുളിച്ചിട്ട് വെള്ളത്തെ കയറിയാ മതി. ചരക്കും വെള്ളമാ ഇത്. മീൻ വല്ലതും ഉണ്ടോ? അലിഞ്ഞ മത്തിയാ. ചരക്ക് കൊല്ലത്തിനാണോ? അതെ. പത്തനാളിലേടോ, ദേ മകൻ വന്നിരിക്കുന്നു. നീ ഉച്ചയ്ക്ക് വല്ലതും തിന്നതാണോടാ? അതെ. ശിവരാമൻ ഇന്ന് നേരത്തെ വള്ളം കെട്ടിയില്ല. കാറ്റ് തഞ്ചത്തിന് കിട്ടി. വള്ളത്തേലെ പണി വേണ്ടെന്ന് വെച്ചിട്ട് കടയിൽ നിൽക്കാൻ പറഞ്ഞവൻ കേൾക്കില്ല. ഞങ്ങൾ രണ്ടുപേരുടെ ചെലവ് ഈ കട കൊണ്ട് നടക്കില്ലേ ശങ്കരപ്പിള്ള? ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും വീട്ടിനകത്ത് കുത്തിയിരിക്കാൻ പറഞ്ഞാൽ കേക്കില്ലണോ പത്മനാഭ? കപ്പലിലെങ്ങാനും വല്ല ജോലിയും കിട്ടി ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കാണണമെന്നാ എന്റെ ആശ. പോടും എടാ, എന്റെ കണ്ണും നടന്നിട്ട് നീ എവിടെ വേണമെങ്കിലും പൊറ്റോടാ. നാരണ നമ്മള് പറ്റിലെഴുതിക്കോണം. ഞാനും പോവാൻ എന്റെ പറ്റിലെഴുതിക്കണം. നോക്കി നോക്കി നോക്കി. പിന്നെ ഞാനും വരുന്നുണ്ടോ? വല്ല കാൽ മീനൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം. എടാ മോനെ, ഞാൻ വന്നാലേ നീ ഇവിടുന്ന് പോകാവൂ കേട്ടാ. ശിവരാമച്ചേട്ടനോട് കൊച്ചിലെ മുതൽ എനിക്കിഷ്ടമാ. നമ്മള് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു ദിവസം നിന്റെ സ്ലേറ്റ് ഞാൻ പൊട്ടിച്ചെന്നും പറഞ്ഞ് ഈ ശിവരാമൻ ചേട്ടൻ എന്നോട് വഴക്കിന് വന്നെ നീ ഓർക്കുന്നോ? എന്നില്ലേ, അന്ന് എനിക്ക് എന്തുമേണ്ടി നെല്ലിക്കാപ്പുളി കൊണ്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ചിലർക്കൊക്കെ അറിയാം. അറിഞ്ഞോട്ടെ, സൂക്ഷിക്കണേ. ഈ പെമ്പിള്ളേരുടെ ഒരു ചിരി കാണുമ്പോ എന്താ പെമ്പിള്ളേർക്ക് ചിരിച്ചുകൂടെ? ചിരിച്ചോടി ചിരിച്ചോ, അത് മറ്റുള്ളവനെ വിഷമിപ്പിക്കുന്നതിനാ. നരച്ചല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? പാടിപ്പോ. തങ്കമ്മോ, ഞങ്ങൾക്കൂടെ ഒക്കെ താ. തനിക്ക് എന്താ നടോ വേണ്ടേ? കപ്പലുണ്ട്. അത്ര വലിയ ആക്കുവാണെങ്കിലേ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചു തരണം. അതല്ലെങ്കിൽ
പെണ്ണും പിള്ളേ അടുക്ക് ഇടപാട് ചെയ്തിട്ട് പോരണം, ചീട്ട് കളിക്കുന്നിടത്ത് കപ്പലണ്ടിയും കൊണ്ടുവരാം. എന്നാലും തങ്കമ്മോ, നിന്റെ കൈ കൊണ്ട് തരുന്നതിന് പ്രത്യേക സ്വാദില്ലേടി. അതെയോ? എന്നാ തരാം. നീ എന്താ എന്നോട് കൊടുക്കാൻ? ഞാൻ തങ്കമ്മനല്ലേ ചോദിച്ചു, നീ എന്നെ വാതിന് പോ. പാടി ജാനി വാ. തൊഴിലില്ലാതെ കൂടിയിരിക്കുക, വഴിയെ പോന്ന പെമ്പിള്ളേരൊക്കെ കമന്റ് അടിക്കാൻ പാടി വരാനേ. ഓ അവന്മാര് പറഞ്ഞു. ജാനകി ആളുപുള്ളി വേറെയാ, നിങ്ങളുടെ വേലയൊന്നും നടപ്പില്ല. തങ്കമ്മ പെണ്ണ് പാവ, കടത്തുകടവിലെ പാർവതിലെ മോളാണേലും തട്ടും. അവള് തട്ടും. ഇരുന്നോട് മരിയ വന്നവരൊക്കെ ഇത് തന്റെ വിലക്ക് തട്ടട്ടെ. ചോട്ടെ അടിയ പ്രസംഗി മടി വാ. ഇതാരാണ്ട് മീൻ മേടിക്കാറുള്ള വട്ടിയാ. ഒന്നുകൂടി കൊണ്ട് വയ്ക്കുക കിടപ്പില്ല, നല്ല രസമുണ്ട്. രണ്ട് ചായ, എനിക്കൊന്ന്, എന്റെ ജാനകിക്കൊന്ന്. എനിക്കൊന്നും വേണ്ട. എന്റെ തങ്കി, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? 5 ദിവസമായി. 5 ദിവസമായി? എന്നാ വള്ളത്തിൽ പോകണ്ട, ഇവിടെ തന്നെ എന്നെ കണ്ടോണ്ടിരുന്നു. ആ, കപ്പലിൽ ജോലി കിട്ടുന്നവരെ ഞാൻ വള്ളത്തിൽ പോകും. കപ്പലിൽ പോയാ പിന്നെ എന്നാ കാണുക? ലോകമെല്ലാം ചുറ്റി തിരിച്ചു വരുമ്പോൾ. അതൊക്കെ ഇല്ല, ഞാൻ വിടുകില്ല. ഉച്ചയ്ക്ക് വെള്ളത്തിലിറങ്ങിയതാ, വല്ലാതെ വിശക്കുന്നു. അതിലാണ് തിന്നു നിൽക്കല്ലേ, അച്ഛൻ വരുമ്പോ വഴക്ക് പറയും. തിന്നു നിൽക്കല്ലേ. എനിക്ക് വേണ്ട. എനിക്ക് അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോവാം. നീ ഉച്ചമുതലിന് വെള്ളത്തിൽ കിടന്നതല്ലേ, നിന്റെ ദേഹം എന്നാ ഐസ് പോലെ തണുത്തിരിക്കും. ചേട്ടന്റെ ശരീരത്തിന് നിന്ന് നല്ല ചൂടായിരിക്കും. ആ പിന്നെ നിനക്ക് ബെൽറ്റ് പാടി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? വള്ളത്തിൽ വെച്ചിരിക്കേ. അയ്യോ, ഞാൻ എങ്ങോടാ? ഞാൻ ഷാപ്പിലേക്കാ. ആ കല്ലൊന്ന് ശരിയാക്കി എടുത്തു വെക്ക് പിള്ളേ. ഓ, ദാമോദര മുതലാളി വരണേ. ആ വട്ടിയെടുത്ത് മാറ്റിയ പാവം വയസ്സിന്റെ കാലം എന്തിനാ ഓടിക്കണം? അയാളും തട്ടിക്കോട്ടെ. അയാളും തട്ടിക്കോട്ടെ പിള്ളേ. പാവം, അയാളെല്ലാവർക്കും ഒരു ഉപകാരിയാ. കല്ലിൽ തട്ടിക്കൊണ്ട് അതിനൊന്നും വരാനില്ല, നമ്മൾ കാണാത്ത മട്ടിലിരുന്നാ മതി. അയ്യോ, തട്ടിയില്ല. തട്ടിയില്ല. അങ്ങനെ ആരാ മോൻ? മോളവിടെ ഇരുന്നോടി, മോളവിടെ ഇരുന്നോ. എടാ പോയി 2 ചായ എടുക്ക്. ഞാൻ പോട്ടെ. മോളവിടെ ഇരിക്കടി. ഇരുന്ന അവിടെ ഇരിക്ക, അവിടെ ഇരിക്ക. ചായ
ഒന്ന് പോരെ? ഒന്ന് ഇവൾക്ക്. എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചതാ. ആ, ഒരു ചായ കൂടെ ഒക്കെ കുടിക്കാം, ചെറുപ്രായമല്ലേ. എടാ രണ്ട്. ഹോ, എന്തൊരു തണുപ്പ്. നല്ല മാർത്തമുണ്ടല്ലോ. നോക്കട്ടെ നോക്കട്ടെ. നീ ഭാഗ്യമുള്ളവളാണല്ലോടി മോളെ. കൈ നോക്കാൻ മുതലാളിക്ക് കണ്ണ് കാണാമോ? വെള്ളയിട്ട് മാറി തെളിഞ്ഞടാ ശിവരാമാ. എന്തൊരു തണുപ്പാണ് മോളെ നിന്റെ കൈക്ക്. വെള്ളത്തിൽ കിടന്ന് കക്ക വരുന്നല്ലേ ജോലി മുതലാളി. ഇനി ഒന്ന്, നിനക്ക് എത്ര വയസ്സായി മോളെ? 17. എനിക്ക് 71. വേഗം കൊണ്ടാടോ. എനിക്ക് വേണ്ട. എന്റെ ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല പെണ്ണെ. എനിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ ഭാര്യ മക്കളെ മറ്റോ ഉണ്ടോ? ഒരു ചായ എങ്കിലും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തരണ്ടേ? ഒരു ചായയും കൂടെ കൊണ്ടുപോവാ ശിവരാമ. നോക്കട്ടെ 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 നോക്കട്ടെ. നിന്റെ കല്യാണം ഈടെ നടക്കുമല്ലോ. നടക്കും. അത് കൈ നോക്കാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ. സന്താന യോഗവും ഉണ്ട്. ഉണ്ട്. ഏതുകൊണ്ട് ബാക്കിയുള്ളവളാണ് തങ്കമ്മ. പിന്നെ സംശയമുണ്ടോ? ശിവരാമൻ എപ്പോഴെങ്കിലും ഇവളെ കൈ നോക്കിയിട്ടുണ്ടോ? കൈ നോക്കാതെ തന്നെ അറിയാമല്ലോ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്നും. അതുകൊണ്ട് തന്നെ അവൾ ഭാഗ്യവതിയാണെന്ന് നോക്ക്. എന്നാ കഴിച്ചു 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 കഴിക്ക. എന്നാ കഴിച്ചു. പഞ്ചാരയില്ലേ ശിവരാമ? പഞ്ചാര. ശിവരാമ, ഞാൻ ഇറങ്ങുക. അല്ലെങ്കിൽ നീ തുടച്ച് എന്നെ കൂടെ വെളിയിലാക്കും. എന്നാ കാശെത്തും. അവളൊരു തമാശ കേട്ടിരിക്കുന്നു. തമാശ കേട്ടിട്ടല്ല, ആ വയസ്സൻ എന്റെ കൈക്ക് പിടിച്ചപ്പോഴത്തെ ചേട്ടന്റെ പാവവും ക്ലാസ് ഇടിച്ചു വയ്ക്കലും ഒക്കെ കണ്ടിട്ട് ചിരിച്ചു പോയതാ. പെണ്ണെ, വയസ്സനായാലും മരിച്ചവനായാലും നിന്നോട് ആരെങ്കിലും കിണ്ണാരം പറയുന്നത് എനിക്കിഷ്ടമല്ല. എന്നാരെ കൊണ്ടും പറയിക്കണ്ട, ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു. നിലാവ് കാൽ മീൻ കിട്ടിയില്ലടാ മോനെ. ഇത് മതി അച്ഛാ, നന്നായിരിക്കും. പത്തായിരിക്കും.